ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമിയാണ്. മോണോകോട്ട് സ്റ്റെം അനാറ്റമി പഠിക്കാനായിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ബാംബു, ആസ്പരാഗസ് അല്ലെങ്കിൽ വീറ്റ്. ഇത് മൂന്നിൻ്റെയും സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു സെല്ലുലാർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിക്കുന്നത്. ഒരു മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്ത് അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രൗണ്ട് പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇതേപോലെ ഇരിക്കും. അതായത് ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ദാറ്റ് ഈസ് എപ്പിഡെർമിസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പോഡെർമിസ് കാണാം. Okay, then comes ground tissue. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ നിറയെ വാസ്കുലാർ ബണ്ടിൽസ് കാണാം. സോ വാസ്കുലാർ ബണ്ടിൽസ്, അതായത് ഒരു മോണോകോട്ട് സ്റ്റെം നമ്മൾ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ അതിന് 4 ഭാഗമായിട്ട് തിരിക്കാൻ സാധിക്കും. ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, അത് കഴിഞ്ഞ് വരുന്ന ഒരു ലെയർ ഹൈപ്പോഡെർമിസ്, അത് കഴിഞ്ഞ് ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ എംബഡഡ് ആയിട്ട് വാസ്കുലാർ ബണ്ടിൽ കാണാം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ? എപ്പിഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞ് കോർട്ടെക്സ് ഉണ്ട്, കോർട്ടെക്സ് കഴിഞ്ഞ് സ്റ്റീലാർ റീജിയൻ ഉണ്ട്. അതായത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് കോർട്ടെക്സും സ്റ്റീലാർ റീജിയനും വേർതിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ അങ്ങനെയില്ല. ആ ഒരു ഡിഫറൻസിയേഷൻ കോർട്ടിക്കൽ റീജിയനും സ്റ്റീലാർ റീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക്ഡ് ഡിഫറൻസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇനി ഓരോ ലെയറും എന്താണ് അതിൻ്റെ സെല്ലുലാർ കമ്പോണൻസ്, അതിൻ്റെ ഫീച്ചർ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഇറ്റ് ഈസ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാരൽ ഷേപ്ഡ് പാരൻകൈമാറ്റസ് സെല്ലാണ്. ഒരു സിംഗിൾ ലെയർ ബാരൽ ഷേപ്ഡ് പാരൻകൈമാറ്റസ് സെല്ല് ആണ് എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നത്. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് എപ്പിഡെർമൽ ഹെയർസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയാണ് അതിന് എപ്പിഡെർമൽ ഹെയർസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ബട്ട് ഇറ്റ് ഹാവ് ക്യൂട്ടിക്കൽ ഡെപ്പോസിഷൻ. ഔട്ടർമോസ്റ്റ് പോർഷനിൽ ക്യൂട്ടിക്കൽ ഡെപ്പോസിഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ലെയർ എന്താണ്? എപ്പിഡെർമിസ്. ഇനി എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പോർഷൻ ഹൈപ്പോഡെർമിസ് ആണ്. ജനറലി സ്ക്ലീറൻ കൈമാറ്റസ് സെൽസ് ആണ് ഹൈപ്പോഡെർമിസ് ഫോം ചെയ്യുന്നത്. പക്ഷേ പല പ്ലാന്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹൈപ്പോഡെർമിസ് ഫോം ചെയ്തിരിക്കുന്ന സെല്ലിൽ വ്യത്യാസം കാണും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആസ്പരാഗസ് അതല്ലെങ്കിൽ ബാംബു ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്പരാഗസ് ശതാവരി, അതുപോലെ ബാംബു എന്ന് പറയുമ്പോൾ നമ്മുടെ മുള, ഇതാണ് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ലെയർ ക്ലോറൻകൈമയാണ് കാണുക. ഓക്കെ, ക്ലോറൻകൈമ സെൽസ് കാണാം. ഇനിയിപ്പോൾ സെല്ലായിട്ട് വരയ്ക്കണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്ക്ലീറൻ കൈമാറ്റസ് സെൽസിൻ്റെ ലെയേഴ്സ് കാണാം. ഒരു 3 to 4 ലെയർ ഓഫ് സ്ക്ലീറൻ കൈമ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലോറൻ കൈമയുടെ ഫങ്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. സ്ക്ലീറൻ കൈമാരിയോ മെക്കാനിക്കൽ സപ്പോർട്ട്. ഈ സ്ക്ലീറൻ കൈമ അതല്ലെങ്കിൽ കൊള്ളൻ കൈമ ഇതൊക്കെ ഈ ഹൈപ്പോഡെർമിസിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ടേർജിഡിറ്റി
ഈ സ്റ്റെമ്മിന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വീറ്റിൻ്റെ സ്റ്റെമ്മാണ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേപോലെ അല്ല കാണുക, അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ ഇപ്പുറത്തായിട്ട് വരച്ച് കാണിക്കാം. വീറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് എപ്പിഡെർമൽ ലെയർ കഴിഞ്ഞു. എപ്പിഡെർമൽ ലെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്ലീറൻകൈമ ചെറിയ പാച്ചായിട്ടാണ് കാണുക. അതിൻ്റെ ഇടയിൽ ക്ലോറൻകൈമ ഉണ്ടായിരിക്കും. ക്ലോറൻകൈമ പാച്ച് ഉണ്ടായിരിക്കും. ഈ ക്ലോറൻകൈമ പാച്ച് എവിടെയാണോ അവിടെയായിട്ട് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് കാണാം. സ്റ്റൊമാറ്റ ഈ ക്ലോറൻകൈമ പാച്ച് എവിടെയാണോ അവിടെയായിട്ട് സ്റ്റൊമാറ്റ ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പം ഹൈപ്പോഡെർമിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി മോണോകോട്ട് സ്റ്റെമ്മിൽ സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ് എന്ന് പറയാം. പക്ഷേ ആസ്പരാഗസിൻ്റെയും ബാംബൂൻ്റെയും സെക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു ക്ലോറൻകൈമ ലെയർ കാണും. 3 to 4 ലെയേഴ്സ് ഓഫ് ക്ലോറൻകൈമ ഫോളോഡ് ബൈ 3 to 4 ലെയേഴ്സ് ഓഫ് സ്ക്ലീറൻകൈമ. ഇനി വീറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്ക്ലീറൻകൈമാറ്റസ് പാച്ചുകളായിട്ടാണ് കാണാൻ സാധിക്കുക. സ്ക്ലീറൻകൈമാറ്റസ് പാച്ചസ് ഇൻ്ററപ്റ്റഡ് ബൈ ക്ലോറൻകൈമ സെൽസ്. ഓക്കെ, ഇനി എവിടെയാണോ ക്ലോറൻകൈമ കാണുന്നത് ആ ഭാഗത്ത് സ്റ്റൊമാറ്റോ ഉണ്ടായിരിക്കും. ക്ലിയർ? അങ്ങനെ ഹൈപ്പോഡെർമിസ് കഴിഞ്ഞു. ഇനിയുള്ളത് എന്താ? ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂ അപ്പം നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കണ്ട പോലെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീലാർ റീജിയൻ, പെരിസൈക്കിൾ, പിത്ത്, അതിൻ്റെ ഇടയിൽ വാസ്കുലർ ബണ്ടിൽ, അങ്ങനെയൊന്നും ഈ മോണോകോട്ട് സ്റ്റെമ്മിൽ കാണാൻ സാധിക്കില്ല. മോണോകോട്ട് സ്റ്റെമ്മിൽ എന്താ കാണുന്നത്? ഈ ഗ്രൗണ്ട് ടിഷ്യൂ. ഹൈപ്പോഡെർമിസ് മുതൽ സെൻറ്റർ പോർഷൻ വരെ ഈ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ ഇറ്റ് ഈസ് ഫോംഡ് ബൈ പാരൻകൈമ സെൽസ്. ഓക്കെ, അപ്പം പാരൻകൈമ സെൽസാണ് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സെൻറ്റർ പോർഷൻ വരെ നമ്മൾ എടുത്താലും അതിൽ ഫുൾ പാരൻകൈമ സെൽസാണ് ഉണ്ടാവുക. These parenchyma cells, they are thin-walled with intercellular space. ലൂസ്ലി അറേഞ്ച്ഡ് ആണ് എന്ന് പറയാം. ചെറിയ ചെറിയ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ ഇടയിൽ കാണുന്ന ഈ സ്പേസ് ഇല്ലേ, അതിനാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഗേഷ്യസ് എക്സ്ചേഞ്ച്. അപ്പം ഗ്രൗണ്ട് ടിഷ്യൂ ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് തിൻ വാൾഡ് പാരൻകൈമ സെൽസ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസ്. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിലാണ് വാസ്കുലർ ബണ്ടിൽസ് കാണുന്നത്. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഇങ്ങനെ എംബഡഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിച്ചു വെച്ച പോലെയാണ് നമുക്ക് വാസ്കുലർ ബണ്ടിൽസ് കാണാൻ സാധിക്കുക. അപ്പം അടുത്തത് എന്താ? വാസ്കുലർ ബണ്ടിൽസ്. ഇനി നമുക്ക് വാസ്കുലർ ബണ്ടിൽസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാസ്കുലർ ബണ്ടിൽസ് they are conjoined, collateral, closed and endark. ഓക്കെ, അപ്പം കൺജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ? സൈലം, ഫ്ലോയം സൈഡ് ബൈ സൈഡ് വരുന്നത്. കൊളാറ്ററൽ എന്താ? ഒരു 1 പാച്ച് ഓഫ് ഫ്ലോയം ആൻഡ് 1 പാച്ച് ഓഫ് സൈലം. ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലത്തിനും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാമ്പിയം ഇല്ലാത്ത അവസ്ഥ. ഡൈക്കോട്ട് സ്റ്റെമിന് ഓപ്പൺ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാസ്കുലർ ബണ്ടിൽ വരയ്ക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ മേലെ ഫ്ലോയം, അത് കഴിഞ്ഞ് ഒരു കാമ്പിയൽ റിംഗ്, അത് കഴിഞ്ഞ് സൈലം, അങ്ങനെയാണ് വരച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. വാസ്കുലർ ബണ്ടിൽ സൈലത്തിനും ഫ്ലോയത്തിൻ്റെ ഇടയിൽ ഈ കാമ്പിയൽ റിംഗ് കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ വാസ്കുലർ ബണ്ടിലെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിന് മുൻപ് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽ കോൺസെൻട്രിക് റിങ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക.
ഡൈക്കോട്ട് സ്റ്റെമ്മിലൊക്കെ നമ്മളിപ്പോൾ ഗ്രൗണ്ട് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലാർ റീജിയനിൽ ഒരു റിങ്ങാണ് വാസ്കുലർ ബണ്ടിൽ ഉണ്ടായിരുന്നത്, ഒരു ബ്രോക്കൺ റിങ് അല്ലേ. പക്ഷേ മോണോകോട്ടിൽ അങ്ങനെയല്ല. നമ്മൾ ഗ്രൗണ്ട് പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ അതിന് കൂടുതലോ ഒരു റിങ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് മോണോകോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽ എങ്ങനെയാണ് ഉള്ളത്? ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് 2 or more റിങ്സ്. ഓക്കെ, അപ്പോൾ അതൊരു മേജർ ഡിഫറൻസ് ആണ് കേട്ടോ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ പറയേണ്ടത് ഈ വാസ്കുലർ ബണ്ടിലിൻ്റെ ഒരു ഷേപ്പാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓവൽ ഇൻ ഷേപ്പ്. ഒരു ഓവൽ ഷേപ്പ്, ഏകദേശം, കറക്റ്റ് ഇങ്ങനെയാണെന്നല്ല പറയണേ, ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് കാണാൻ സാധിക്കുക. ഇനി സൈലത്തിൻ്റെ ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സൈലം ഈസ് വൈ ഷേപ്ഡ്. സോ സൈലം ഈസ് വൈ ഷേപ്ഡ് ആൻഡ് endark and it is composed of 4 vessels. ഓക്കെ, അപ്പം നമ്മളിപ്പം വാസ്കുലർ ബണ്ടിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സൈലം വരയ്ക്കാം. രണ്ട് മെറ്റാസൈലം ഫോളോഡ് ബൈ 2 പ്രോട്ടോസൈലം. ഞാൻ വേറെ കളറിൽ വരയ്ക്കുന്നതിന് കാരണമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിപ്പം ഏകദേശം ഒരു വൈ ഷേപ്ഡ് ആണ് അല്ലേ. ഈ ആൽഫബറ്റ് വൈൻ്റെ 2 ആംസ്, ഈ കാണുന്ന 2 ആംസ്, അതാണ് ഈ മെറ്റാസൈലം വെസൽസ്. ഇനി പ്രോട്ടോസൈലം, താഴെ കാണിച്ചിരിക്കുന്നത് 2 പ്രോട്ടോസൈലം വെസൽസ് ആണ്. അത് വൈയുടെ ബേസിലായിട്ട്, ഈ ഒരു ബേസൽ പോർഷനിലായിട്ടാണ് പ്രോട്ടോസൈലം വെസൽസ് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ 4 വെസൽ, 2 മെറ്റാസൈലം, 2 പ്രോട്ടോസൈലം വെസൽസ്. പക്ഷേ ഈ മോണോകോട്ട്, അതായത് മെയ്സ്, ബാംബു, ഇതൊക്കെ പെട്ടെന്ന് പൊക്കം വെച്ച് പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ ഇലോങ്ങേറ്റ് ചെയ്യും. അങ്ങനെ സ്പീഡിൽ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോട്ടോസൈലം വെസൽ അത് പെട്ടെന്ന് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു കാവിറ്റി ഫോം ചെയ്യും. ആൻഡ് ദിസ് കാവിറ്റി ഇസ് നോൺ ആസ് പ്രോട്ടോസൈലം കാവിറ്റി. ഈ കാവിറ്റി, ഇങ്ങനെ പ്രോട്ടോസൈലം വെസൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന കാവിറ്റിയുടെ പേരാണ് പ്രോട്ടോസൈലം കാവിറ്റി ഓർ പ്രോട്ടോസൈലം ലാക്യൂണ. ഇനി ഫ്ലോയം എവിടെയാണ് കാണുക? ഫ്ലോയം കാണുന്നത് ഈ 2 മെറ്റാസൈലം വെസൽസ് ഉണ്ടല്ലോ, ഈ 2 വെസലിൻ്റെ, അതായത് വൈ എന്നുള്ള ആൽഫബറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആമിൻ്റെ ഇടയിൽ, ഈ മെറ്റാസൈലത്തിൻ്റെ വെസൽസിൻ്റെ ഇടയിലായിട്ടാണ് ഫ്ലോയം കാണാൻ സാധിക്കുക. ക്ലിയർ? അപ്പം ഇനി നമുക്ക് വാസ്കുലർ ബണ്ടിൽസിലത്തെ സൈലും ഫ്ലോയും അത് കണ്ടു കഴിഞ്ഞു. ഇനി ഈ വാസ്കുലർ ബണ്ടിലിന് ചുറ്റുമായിട്ട് ഒരു സ്ക്ലീറൻകൈമാറ്റസ് ഷീത്ത് ഉണ്ട്, ബണ്ടിൽ ഷീത്ത്. അപ്പം ഇത്രയാണ് വാസ്കുലർ ബണ്ടിലിൻ്റെ ക്യാരക്ടേഴ്സ്. ഇനി വാസ്കുലർ ബണ്ടിൽ നമ്മൾ പറഞ്ഞു പല റിങ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കണേന്ന് അല്ലേ. നമ്മൾ ഗ്രാസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാംബു പോലെയുള്ള പ്ലാന്റ് മെറ്റീരിയലൊക്കെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്ക്ലീറൻകൈമാറ്റസ് ലെയർ പറഞ്ഞില്ലേ, അതിൽ കുറച്ച് വാസ്കുലർ ബണ്ടിൽസിന് കാണാൻ സാധിക്കും. ദേ ആർ നോൺ ആസ് പെരിഫറൽ ബണ്ടിൽ. ഓക്കെ, പെരിഫറൽ ബണ്ടിൽ ഓർ കോർട്ടിക്കൽ ബണ്ടിൽ. കാരണം കോർട്ടെക്സിൽ കാണുന്നതല്ലേ. അപ്പം അത് ഹൈപ്പോഡെർമസ് പാർട്ട്, അതായത് എപ്പിഡെർമസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കാണുന്നതാണ്, പെരിഫറോട് ചേർന്ന് കാണുന്നതാണ്. അതുകൊണ്ട് അതിനെ പെരിഫറൽ ബണ്ടിലെന്നും അല്ലെങ്കിൽ കോർട്ടിക്കൽ ബണ്ടിലെന്നും പറയുന്നു. ഇതിൻ്റെ ഈ ഒരു കോർട്ടിക്കൽ ബണ്ടിൽസിൻ്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ മോർ ഇൻ നമ്പർ.
സെൻറ്ററിലേക്ക് വരും തോറും വാസ്കുലർ ബണ്ടിലിൻ്റെ എണ്ണം കുറഞ്ഞു വരും. പെരിഫറിയിൽ നമ്പർ കൂടുതലായിരിക്കും. ആൻഡ് ദേ ആർ സ്മോളർ ഇൻ സൈസ്. അപ്പം കോർട്ടിക്കൽ ബണ്ടിലിൻ്റെ പ്രത്യേകത എന്താ? ലാർജ് ഇൻ നമ്പർ ബട്ട് സ്മോൾ ഇൻ സൈസ്. ഇനി സെൻറ്റർ പോർഷനിൽ കാണുന്ന വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നത് ദേ ആർ സ്മോൾ ഇൻ നമ്പർ ബട്ട് ലാർജ് ഇൻ സൈസ്. ഓക്കെ, ഇനി നമ്മൾ വാസ്കുലർ ബണ്ടിലിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് പിത്താണ്. അപ്പോൾ ഈ മോണോകോട്ട് സ്റ്റെമ്മിൽ നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കോർട്ടിക്കൽ റീജിയൻ, പിത്ത് റീജിയൻ എന്ന് പറഞ്ഞിട്ട് വ്യത്യാസമില്ല. പക്ഷേ ചില ഗ്രാസിൽ ഈ സെൻറ്റർ റീജിയനിലേക്ക് വരും തോറും അവിടെ വാസ്കുലർ ബണ്ടിൽസ് ഒന്നും ഉണ്ടാവില്ല, വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. സെൻറ്റർ റീജിയൻ വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ പിത്ത് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ബാമ്പു ഒക്കെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിഡെർമിസ് കഴിഞ്ഞ് ഹൈപ്പോഡെർമിസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ടിഷ്യൂ, അതിൽ വാസ്കുലർ ബണ്ടിലുണ്ട്. പക്ഷെ നടുവിൽ ഒരു ക്യാവിറ്റി ഉണ്ടാവും, ഹോളോ ആയിരിക്കും. അതിന് നമ്മൾ പിത്ത് ക്യാവിറ്റി എന്ന് പറയും. പിത്ത് ക്യാവിറ്റി. ഇത്രയാണ് ഒരു മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ followed by hypodermis. Hypodermis plant material അനുസരിച്ച് അതിൻ്റെ സെല്ലുലാർ കമ്പോണൻസ് മാറും. ഇപ്പോൾ ബാമ്പൂലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ക്ലോറൻകൈമാറ്റസ് ലെയർ കാണാം, അത് കഴിഞ്ഞ് സ്ക്ലീറൻകൈമാറ്റസ് ലെയറാണ്. ഇനി വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോറൻകൈമയും സ്ക്ലീറൻകൈമയും പാച്ചസ് ആയിട്ടാണ് കാണുക, ഓൾട്ടർനേറ്റ് ചെയ്ത്. അങ്ങനെ ഹൈപ്പോഡെർമിസ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ടിഷ്യൂ ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് പാരൻകൈമ സെൽസ്, തിൻ ബോൾഡ് പാരൻകൈമ സെൽസ്. ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ എംബഡഡ് ആയിട്ടാണ് വാസ്കുലർ ബണ്ടിൽസ് കാണാൻ സാധിക്കുക. വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഫീച്ചർ എന്താ? ഇറ്റ് ഈസ് കൺജോയിൻറ്റ്, കൊളാറ്ററൽ, ക്ലോസ്ഡ് ആൻഡ് എൻഡാർക്ക്. ഇനി സൈലും ഫ്ലോയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈലം ഒരു വൈ ഷേപ്പിലാണ് കാണാൻ സാധിക്കുക. വൈ ആൽഫബറ്റിൻ്റെ ആം പോലെ രണ്ട് മെറ്റാസൈലം വെസൽസ് കാണും. അതിൻ്റെ ബേസ് പോലെയായിട്ട് രണ്ട് പ്രോട്ടോസൈലം വെസൽസ് കാണും. ഈ മോണോകോട്ട് സ്റ്റെമ്മുകളെല്ലാം റാപ്പിഡ് ഇലോങ്ങേഷൻ നടക്കുന്ന സ്റ്റെമ്മുകളായതുകൊണ്ട് ആ ഒരു ഇലോങ്ങേഷൻ പ്രോസസ്സിൽ ഒരു പ്രോട്ടോസൈലം വെസൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അത് ഒരു ക്യാവിറ്റി ആയിട്ട് മാറും. ആൻഡ് ദിസ് ക്യാവിറ്റി ഈസ് നോൺ ആസ് പ്രോട്ടോസൈലം ക്യാവിറ്റി ഓർ പ്രോട്ടോസൈലം ലാക്യുണ. ഇനി ഈ മെറ്റാസൈലം വെസൽസിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫ്ലോയം കാണാം. ചിലപ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് ഫ്ലോയം ഉണ്ടായിരിക്കുക. ആൻഡ് ദ വാസ്കുലർ ബണ്ടിൽ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ഓർ എൻക്ലോസ്ഡ് വിത്ത് എ സ്ക്ലീറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. ഇനി ഈ വാസ്കുലർ ബണ്ടിൽസ് റിങ്ങുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടോ അതിൽ കൂടുതലോ റിങ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. പെരിഫറിയിൽ കാണുന്ന റിങ് അതിൻ്റെ സൈസ് ചെറുതായിരിക്കും, എന്നാൽ നമ്പർ കൂടുതലായിരിക്കും. ഇനി സെൻട്രൽ പോർഷനിലേക്ക് വരും തോറും സൈസ് കൂടുകയും നമ്പർ കുറഞ്ഞു വരികയും ചെയ്യും. പിത്ത് ഇല്ല, നമുക്ക് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിത്തിന് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഗ്രൗണ്ട് ടിഷ്യൂ ആണല്ലോ. ഹൈപ്പോഡെർമിസ് മുതൽ സെൻട്രൽ പോർഷൻ വരെ ഒറ്റ ടൈപ്പ് സെല്ലാണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രൗണ്ട് ടിഷ്യൂ. ചില മോണോകോട്ട് സ്റ്റെമ്മുകൾ സെക്ഷൻ എടുക്കുമ്പോൾ നടുവിലായിട്ട് വാസ്കുലർ ബണ്ടിൽസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കാണാം, പാരൻകൈമ. അപ്പം ആ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ പിത്തായിട്ട് പറയാം. ഇനി ബാമ്പു പോലെ അല്ലെങ്കിൽ വീറ്റ് പോലെയൊക്കെയുള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് നമ്മൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബാമ്പുവിൻ്റെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പാർട്ട് അവിടെ ഹോളോ ആണ്, സ്റ്റെമ്മിൻ്റെ സെൻറ്റർ പോർഷൻ ഹോളോ ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നടുവിൽ ഒരു ഹോളോ പോർഷൻ കാണാൻ സാധിക്കും. അതിനെ നമുക്ക് പിത്ത് ക്യാവിറ്റി എന്ന് പറയാം. ഇത്രയാണ് മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമി.